ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ടാസ്ക്കായ ബി ഹോട്ടൽ ടാസ്ക് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആരംഭിച്ചു. ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമാണ് വീട്ടിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത്. ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഹിൻഡുകളും അതോടൊപ്പം തന്നെ പണികളും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഷിയാസ് കരീം അനുമോളുടെ പ്ലാച്ചി എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിരുന്നു. അതെന്തായാലും ലൈവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഗസ്റ്റുകൾ എൻ്റർ ചെയ്ത് 2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സംഭവം ലൈവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു സംഭവത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അനുമോളും പ്ലാച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഷിയാസ് കരീം അനുമോളോട് ചോദിക്കുകയാണ്, എവിടെ നിൻ്റെ പ്ലാച്ചി എവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബെഡ്റൂമിനകത്തേക്ക് പോകുന്നു. അപ്പോൾ അനുമോൾ പറയുകയാണ്, എന്താണ് സാർ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്ലാച്ചി എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നിന്നും എടുത്ത് ഷിയാസ് കരീമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തിനാണ് സാർ എന്തിനാണ് ഷിയാസ് ക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണ്ടും ക്യാരക്ടറിലേക്ക് മാറിക്കൊണ്ട് എന്തിനാണ് സാർ എൻ്റെ പ്ലാച്ചി എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് കരീമിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഷിയാസ് ആയിക്കോട്ടെ പ്ലാച്ചി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഗാർഡൻ ഏരിയയുടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അക്ബറൊക്കെ ഇത് കാണുന്ന സമയത്ത് അത് എറിയുകയാണെങ്കിൽ ശബ്ദത്തിൽ എറിയണം, പുറത്തുള്ള ആളുടെ കയ്യിൽ എത്തി എന്നുള്ളത് ഉറപ്പാക്കണം, ശബ്ദത്തിൽ എറിയണം എന്നുള്ളതൊക്കെ അവിടെ നിന്നും കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് അക്ബറിനെ എന്തൊക്കെയോ പറയുന്നു. പിന്നീട് ഷിയാസ് കരീം നേരെ അങ്ങ് ഗാർഡൻ ഏരിയയിലേക്ക് വന്നുകൊണ്ട് ബിഗ് ബോസ് വീടിന് പുറത്ത്, അതായത് ഇവരുടെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അതിന് പുറത്തേക്ക് ഈ പ്ലാച്ചി എടുത്ത ഒരൊറ്റ എയറാണ്. അനുമോള് ഭ്രാന്തായ പോലെ സർവ്വതും നഷ്ടപ്പെട്ട മട്ടിൽ അവിടെ ഇരുന്ന് കരഞ്ഞ് ദേഷ്യപ്പെട്ട് ഷിയാസിനോട് വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, വല്ലാത്ത രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. അനുമോളെ സംബന്ധിച്ചിടത്തോളം പ്ലാച്ചിയാണ് എല്ലാം. അത് അനുമോളുടെ ഗെയിമാണ് എന്നുള്ളത് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അനുമോളെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാനായിട്ട് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും ഈ ഒരു ഡോൾ എടുത്ത് എറിഞ്ഞതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതിനുശേഷം അനുമോള് വല്ലാതെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു, അവിടെ പോയി ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. ശേഷം റെനയും ബിന്നിയും അവരെല്ലാവരും ചേർന്ന് അനുമോളെ ആശ്വസിപ്പിക്കുന്നു. ശോഭ വല്ലാത്ത രീതിയിൽ അനുമോളെ ചീത്ത പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ്, നീ എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളെ പലതും നഷ്ടപ്പെടുത്തിയിട്ടും സർവ്വതും ഇല്ലാതാക്കിയിട്ടുമൊക്കെ ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്ത നിനക്കുണ്ടാവണം. നമ്മൾ ലൈഫിൽ പലതും നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ പ്ലാച്ചി എന്നുള്ള ആ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗെയിം അനുമോൾക്കൊരു തടസ്സമാണ്, അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സൈഡ്സ് ആണ് എന്നുള്ള ആ ഒരു വലിയൊരു ഹിൻ്റാണെന്ന് ശോഭ വിശ്വനാഥും ഷിയാസും അനുമോൾക്ക് കൊടുത്തിരിക്കുന്നത്. ശേഷം ഷിയാസും പറയുന്നുണ്ട്, നിനക്ക് ഞാൻ മലപ്പുറത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് എത്ര ഡോള് വേണമെങ്കിലും വാങ്ങിത്തരാം എന്നുള്ളതൊക്കെ. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു പ്ലാച്ചിയെ പോലെ ആവില്ലല്ലോ മറ്റ് പാവകൾ എന്നുള്ളതൊക്കെ. അതിനുശേഷം ബിഗ് ബോസിന് ഞാനിതിവിടെ വെക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തമായി അലറി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അനുമോളുടെ ആ ഒരു പ്ലാച്ചി എന്നുള്ള ആ ഒരു ഗെയിം അതെങ്ങനെയെങ്കിലും അവിടെ നിന്നും തുടച്ചു നീക്കാനായിട്ട് ഷിയാസും ശോഭയും ഒരു നിമിത്തമായി, അല്ലെങ്കിൽ അവരത് ആ ഒരു ഗെയിമാണ് അവിടെ കളിച്ചത് എന്നുള്ളത് ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അനുമോളുടെ പുതിയ ഗെയിമുകളും പുതിയ കണ്ടൻറ്റുകളും ഉണ്ടാവട്ടെ, അതുതന്നെയാണ് പ്രേക്ഷകർക്കും ആവശ്യം. അങ്ങനെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും മിഡ് വീക്ക് എവിക്ഷൻ എന്നൊക്കെ പല കമൻറ്റ് സെക്ഷനുകളിലും നമ്മൾ ഹാസ്യരൂപേണ ഒരുപാട് അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. പ്ലാച്ചി എവിക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഈ ഒരു പ്ലാച്ചി എന്നുള്ളൊരു പാവ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻറ്റിനെ പോലെ തന്നെയായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്ലാച്ചി ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇജക്റ്റഡ് ആയിരിക്കുകയാണ്. സോ ഗസ്റ്റുകൾ എന്തായാലും ഇനി 2 ദിവസത്തോളം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും.